കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി ആരോപണത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോസ്റ്റലിൽ ഇടിമുറിയുണ്ട് എന്ന കെഎസ്യുവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണം കമ്മീഷൻ തള്ളി. സിസിടിവി പ്രവർത്തിക്കാത്തതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെഎസ്യു തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നായിരുന്നു ആരോപണം. ഇതിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാല രജിസ്ട്രാർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് നിയമിച്ച കമ്മീഷൻ ഇന്നലെ വൈകിട്ടോടെ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൈമാറി. ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് സമർപ്പിക്കും. എന്നാൽ പ്രതിപക്ഷം നിയമസഭയിലടക്കം ഉന്നയിച്ച ഇടിമുറി ക്യാമ്പസിലെ ഹോസ്റ്റലിൽ ഇല്ലെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. സിസിടിവി കേടായതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ കമ്മീഷനെതിരെ കെഎസ്യു രംഗത്ത് വന്നു. അല്ല, ഈ ഒരു റിപ്പോർട്ടിൽ ഇതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. കാരണം അവർക്ക് എസ്എഫ്ഐയെയും ഈ വിവാദത്തിൽ എസ്എഫ്ഐയെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയ ബാധ്യതയുണ്ട്. അത് അവർ നിറവേറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇടിമുറിയില്ലെന്ന റിപ്പോർട്ട് വന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് എസ്എഫ്ഐയുടെ തീരുമാനം. ഇപ്പോ ഈ നിലവിൽ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ക്യാമ്പസ് റീ ഓപ്പണിംഗ് ആണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് വിധേനയും സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത് കെഎസ്യുവിനെ സംബന്ധിച്ച് അവരുടെ അജണ്ടയാണ്. ഇടിമുറി മർദ്ദനം നടത്തിയ എസ്എഫ്ഐക്കാരെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.